നമസ്കാരം. കൃഷ്ണാനിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നെനിക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെയാണ്. ഇന്നത്തെ ഉച്ചപൂജയുടെ കളഭാലങ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു മെസ്സേജുമായിട്ടാണ് ഇന്നത്തെ ഉച്ചപൂജയുടെ കളഭാലങ്കാരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. നമ്മളെല്ലാവരും ഈ കഴിഞ്ഞ ഡിസംബർ 1-ാം തീയതി ഗുരുവായൂർ ഏകാദശി ദിവസം തുടങ്ങി എല്ലാവരും നാമം ജപിക്കുന്നവരായിരിക്കും അല്ലെ. നാരായണ നാമം അരമണിക്കൂറിൽ ജപിച്ചാൽ നമുക്ക് 3300 നാമത്തോളം ഒരു ദിവസം എത്തിക്കാൻ സാധിക്കും എന്നും, ഒരു മാസം 1,00,000 എന്ന കണക്കിൽ 12 മാസം കൊണ്ട് 12 ലക്ഷം നാമം ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഉദ്യമം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഉച്ചപൂജ കളഭാലങ്കാരം. 2 പ്രത്യേകതകളാണ് ഉച്ചപൂജയുടെ കളഭാലങ്കാരത്തിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ഞാൻ നേരിട്ട് കണ്ടതല്ല കേട്ടോ, മനുവേട്ടൻ കണ്ടുവന്ന് എനിക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇന്ന് ഒരു കയ്യിൽ ഓടക്കോല് പിടിച്ച് മറു കൈ കൊണ്ട് വരദാഭമുദ്ര, അനുഗ്രഹിക്കുന്ന മുദ്രയും പിടിച്ചിട്ടാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ നിൽക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്പം നിങ്ങൾ എടുത്തു നോക്കിയാലും വെണ്ണയും ഓടക്കോലും താമരയും ഓടക്കോലും അങ്ങനെ ഓരോ ഭാവങ്ങളിലല്ലാതെ അനുഗ്രഹിക്കുന്ന ഉണ്ണികൃഷ്ണനെ കണ്ടു കിട്ടുക എന്നുള്ളത് അസുലഭമാണ്. കാരണം ഉണ്ണികൃഷ്ണൻ ഉണ്ണിയാണ്, ചെറിയ കുട്ടിയാണ്. എന്നെ എല്ലാവരും വന്ന് സ്നേഹിക്കൂ, എന്നെ എല്ലാവരും വന്ന് കണ്ട് എന്നെ സ്നേഹിക്കൂ എന്നാണ് ഗുരുവായൂരപ്പൻ പറയുന്നത്. അല്ലാതെ ഞാനിവിടെ വലിയ ഭഗവാനാണ് എന്ന് പറഞ്ഞ് അനുഗ്രഹദായകനായിട്ടല്ല നിൽക്കാറ്. അനുഗ്രഹം വർഷമായിട്ട് തന്നെ ചൊരിയും എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നമുക്ക് അദ്ദേഹത്തിനെ ഇങ്ങനെ അനുഗ്രഹിക്കുന്ന ഭാവത്തിൽ കാണാൻ സാധിക്കല് വളരെ അപൂർവമാണ്. ഇത് ഒന്നാമത്തെ പ്രത്യേകതയാണ്. രണ്ടാമത്തെ പ്രത്യേകത, അദ്ദേഹം ഓടക്കുഴൽ പിടിച്ച് കൈകൊണ്ട് പിടിച്ച് നിൽക്കുന്ന ആ കൈയിൻ്റെ താഴെയായിട്ട് നാരായണ എന്ന 4 അക്ഷരം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നേ വരെ ഞാൻ ഇത്രയും വർഷം തൊഴുതതിൽ ഇന്ന് വരെ ഒരിക്കൽ പോലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ശ്രീലകത്ത് കുറച്ച് ലെറ്റേഴ്സ് എഴുതി വെച്ചിട്ടുള്ളതായിട്ട്. ആ വിഗ്രഹത്തിൽ കുറച്ച് ലെറ്റേഴ്സ് എഴുതി വെച്ചതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പം ഇന്ന് നാരായണ എന്ന് എഴുതിയ ഭാവത്തിലാണ് ഭഗവാന്റെ ആ ഒരു അലങ്കാരം പൂർത്തീകരിക്കാൻ സാധിക്കുക. ഞാൻ ശ്രീകുമാരേട്ടൻ്റെ വർണ്ണനയിൽ അത് കേട്ടില്ല കേട്ടോ. പക്ഷേ മനുവേട്ടൻ വന്ന് കണ്ട് പറഞ്ഞു തന്നതാണ്. അവിടെ നാരായണ എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അവിടെ നിൽക്കുന്നവരോട് ഒന്നും കൂടെ കൺഫേം ചെയ്തു. നാരായണ എന്ന് എഴുതിയിട്ടില്ല ചോദിച്ചപ്പോൾ നാരായണ എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് ഒരു വലിയ മെസ്സേജാണ് ഗുരുവായൂരപ്പൻ തരുന്നത്. നാരായണ എന്ന് ജപിച്ചോളൂ, ഞാനിതാ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഗുരുവായൂരപ്പൻ നമ്മൾ ഓരോരുത്തരോടും വ്യക്തമാക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വലിയ സന്തോഷമായി. വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അത്ര വലിയ സന്തോഷമായി കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ 1-2 ദിവസത്തിനുള്ളിൽ എനിക്ക് കുറച്ച് നാമം ജപിക്കാൻ സാധിച്ചു. അപ്പോൾ ഈ നാമം ജപിക്കാൻ സാധിച്ചതിൻ്റെ ഒരു സന്തോഷം എൻ്റെ ഉള്ളിൽ ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു അലങ്കാരം വന്ന് പറഞ്ഞത്. അപ്പോൾ ഇതും കൂടെ കേട്ടപ്പോൾ ഇത് നമ്മൾ കൃഷ്ണാരിമിത്രങ്ങൾക്കുള്ള ഗുരുവായൂരപ്പൻ്റെ മെസ്സേജായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മുടങ്ങാതെ നാമം ജപിച്ചോളൂ. നാരായണ മന്ത്രത്താൽ നമുക്ക് അസാധ്യമായിട്ടുള്ളത് ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് വീണ്ടും ഒരിക്കൽ കൂടി ശ്രീ ഗുരുവായൂരപ്പൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം. സ്മിത അനു എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് നോൺ വെജ് കഴിച്ചിട്ട് സന്ധ്യയ്ക്ക് നാരായണീയം വായിക്കുവാനും നമസ്കരിക്കുന്നതും തെറ്റാണോ? നാരായണീയം മൊബൈലിൽ നോക്കിയാണ് വായിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാരായണീയം മൊബൈലിൽ നോക്കി വായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. PDF ഫോർമാറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. മലയാളം ഫോർമാറ്റിൽ തന്നെ കിട്ടും. എന്നാൽ ഉച്ചയ്ക്ക് നോൺ വെജ് കഴിച്ചിട്ട് സന്ധ്യയ്ക്ക് നാരായണീയം വയ്ക്കാൻ പാടുമെന്ന് ചോദിച്ചാൽ ഇതിന് ഞാനൊരു ഉത്തരം പറഞ്ഞാൽ, ഞാൻ നോൺ വെജ് അല്ലാത്തത് കൊണ്ട്, ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് പറയുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. രാവിലെ കുളിച്ച് നാരായണീയം വായിച്ചോളൂ, അതല്ലേ നല്ലത്. നമ്മൾ ഒരു ദിവസം നോൺ വെജ് കഴിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാം. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്തായാലും അറിയാം. വീട്ടിൽ എന്താ കുക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിയണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് നോൺ വെജ് കഴിക്കാൻ സാധ്യതയുള്ള ദിവസമാണെങ്കിൽ ഒരിക്കലും അന്ന് നാരായണീയം വായിക്കേണ്ടെന്ന് വിചാരിക്കേണ്ട കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നാരായണീയം വായിച്ചിട്ട് നിങ്ങൾ നോൺ വെജ് കുക്ക് ചെയ്തോളൂ, നോൺ വെജ് കഴിച്ചോളൂ. അതുകൊണ്ടൊരു വിരോധമില്ല. പക്ഷേ നാരായണീയം വായിക്കുമ്പോൾ ശുദ്ധമായിട്ട് വായിക്കാൻ ശ്രമിക്കൂ.
ഒരുപാട് പേരങ്ങനെയല്ല സവിതേ എന്ന് എന്നോട് പറയുന്നുണ്ട്. പക്ഷെ എനിക്കതങ്ങനെയാണ്. നാരായണീയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. നമ്മുടെ ഉണ്ണികൃഷ്ണനെ ആ സച്ചിദാനന്ദ കട്ടയെ എടുത്ത് കൈകാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും ശുദ്ധം നോക്കണം എന്നാണ്. ശുദ്ധാശുദ്ധങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഉണ്ണികൃഷ്ണനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ യോഗേശ്വരനാണ് ഉണ്ണികൃഷ്ണൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ആശ്രയിക്കൂ കേട്ടോ. നമുക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത് എന്തുമാവാം, എങ്ങനെയും പെരുമാറാം, അതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ ഗൃഹസ്ഥാശ്രമികളാണ്. നമ്മൾ അത്രയ്ക്കൊന്നും ഉയർന്നിട്ടില്ല. ഉയർത്തട്ടെ ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് അദ്ദേഹത്തിനെ നമ്മുടെ ഉള്ളിൽ അദ്ദേഹത്തിനോടുള്ള ഭാവം വരുമ്പോൾ ഒരിക്കലും ഒരു നിസ്സാരം നമ്മുടെ ഉണ്ണി എന്ന രീതിയിലല്ലാതെ യോഗേശ്വരൻ ശ്രീകൃഷ്ണൻ നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്ന് വരട്ടെ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ശുദ്ധം വേണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് വിഘ്നേഷ് വിജയൻ എന്ന ഭക്തനാണ് ചോദിച്ചിരിക്കുന്നത്. വിഘ്നേഷ് വിജയൻ്റെ അമ്മയ്ക്ക് ഒരു നമസ്കാരം പറയുന്നു കേട്ടോ. അതുപോലെ തന്നെ നിതിൻ മേനോൻ്റെ അമ്മയ്ക്കും ഒരു നമസ്കാരം പറയുന്നു. ഇവരൊക്കെ എനിക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടെങ്കിൽ ഒരു ഹായ് തിരിച്ചു പറയൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കമൻസിന് മുഴുവൻ ആൻസർ പറയേണ്ടി വരില്ലേ? അപ്പോൾ എൻ്റെ ഒരു പരിമിതി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അരമണിക്കൂറോ അതല്ലെങ്കിൽ ഒരു 35 മിനിറ്റിലധികം ഒന്നും നമുക്ക് അനുവദനീയമല്ല ഒരു വീഡിയോ എന്നുള്ളത് കൊണ്ടാണ്. ഒന്ന് സഹകരിക്കണം കേട്ടോ. ഞാൻ എല്ലാവരുടെയും മെസ്സേജ് കാണുന്നുണ്ട്. രാത്രി ഉറക്കം ലഭിക്കാൻ ഏത് ശ്ലോകമാണ് ചൊല്ലേണ്ടത് എന്നാണ് വിഘ്നേഷ് വിജയൻ്റെ ഒരു ചോദ്യം വരുന്നത്. ഇതിൽ നമുക്ക് എല്ലാവർക്കും, കൃഷ്ണാരിമിത്രങ്ങൾ എല്ലാവർക്കും ഇത് തന്നെയാണ് ബിനു ശിവൻ എന്ന ഭക്തനും ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മളെല്ലാവർക്കും ഉള്ള ഒരു ആൻസർ ഞാൻ പറയട്ടെ. ഒരു ദിവസം നമ്മൾ ആരംഭിക്കുന്നത് ശ്രീകൃഷ്ണനിൽ നിന്ന്, നമ്മുടെ ഉണ്ണികൃഷ്ണനിൽ നിന്ന്, നമ്മുടെ ഗുരുവായൂരപ്പനിൽ നിന്നാവട്ടെ. ഒരു ദിവസം നമുക്ക് അവസാനിപ്പിക്കുന്നതും ഗുരുവായൂരപ്പനിൽ ആവട്ടെ എന്നാണ് ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്. ഇതെങ്ങനെയാ സാധ്യമാവുക എന്ന് ചോദിച്ചാൽ, കണ്ണും കിട തുറന്നാൽ ആദ്യം പറയേണ്ടത് നീ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ എന്നായിരിക്കട്ടെ. ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങും. ഇങ്ങനെ തുടങ്ങിയാൽ ആ ദിവസം സഫലമാവും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല കേട്ടോ. ഒരു സംശയവും വേണ്ട. ആ ദിവസം ഭഗവാന്റെ പ്രൊട്ടക്ഷനിലാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കാൻ, നമുക്ക് മനസ്സമാധാനം ഇല്ലാതാവുന്ന ഒരു കാര്യങ്ങളും സംഭവിക്കാതിരിക്കാൻ ഏറ്റവും ഉത്തമം ഇത് തന്നെയാണ്. ഒരു ദിവസം ആരംഭിക്കുമ്പോൾ പണ്ടുള്ള ആളുകൾ പറയാറില്ലേ, കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദ, പ്രഭാതേ കരവന്ദനം എന്നൊക്കെ പറഞ്ഞ് ആ കരദർശനത്തോടു കൂടി വേണം നമ്മൾ എഴുന്നേൽക്കാൻ എന്നൊക്കെ പറയാറുണ്ടല്ലേ. അതുപോലെ തന്നെ പാദസ്പർശം ക്ഷമസ്വാമി എന്ന് പറഞ്ഞ് നമ്മൾ ഭൂമി ദേവിയെ തൊഴുതിട്ട് വേണം എഴുന്നേൽക്കാൻ എന്നൊക്കെ. ഇന്ന് ഇത്ര പേരാ ഇതൊക്കെ പാലിക്കണം. ഞാൻ പാലിക്കാറില്ല കേട്ടോ. ഞാൻ ഉള്ള കാര്യമാണ് പറയണേ, ഞാൻ പാലിക്കാറില്ല. ഇതൊക്കെ മറന്നു പോകും. പക്ഷെ മറക്കാതെ ചെയ്യാൻ നമുക്ക് വളരെയധികം എളുപ്പമുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഹരേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് എണീക്കുക എന്നുള്ളതാണ്. ഇതിനധികം പ്രയാസമൊന്നുമില്ല. ഹരേ ഗുരുവായൂരപ്പ എന്ന് പറയല്ലേ വേണ്ടു. ഈ ഹരേ ഗുരുവായൂരപ്പ എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം നമ്മൾ ഇതിങ്ങനെ ശീലമാക്കിയിട്ട് കൊണ്ടുവന്നാൽ പിന്നെ ഈ ഹരേ ഗുരുവായൂരപ്പയുടെ കൂടെ തന്നെ നമുക്ക് ആ തലേ ദിവസത്തെ ഉച്ചപൂജയുടെ അലങ്കാരമൊക്കെ ഒന്ന് ഓർമ്മ വരാൻ തുടങ്ങും. ഇത് സത്യമാണ് പറയണത്. അല്ലെങ്കിൽ ആ കുഞ്ഞുണ്ണികൃഷ്ണൻ്റെ നമ്മൾ തലേ ദിവസം കണ്ട ഇൻസ്റ്റഗ്രാം റീലിലെ ആ ഒരു സുന്ദരനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ AI ഇമേജ് അല്ലെങ്കിൽ AI വീഡിയോ, ഇതൊക്കെ നമുക്ക് ഓർമ്മ വരും. എത്ര മനോഹരമായിരിക്കും നമ്മുടെ ആ തുടക്കം. അന്നത്തെ ദിവസം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോകാനുള്ള യോഗമുള്ള ദിവസമാണെന്ന് വിചാരിക്കുക. എന്നാൽ പോലും നമ്മുടെ മനസ്സിന് മനോബലം കിട്ടാൻ ഏറ്റവും നല്ലത് ഇത് തന്നെയാണ് കേട്ടോ. മനസ്സമാധാനം ഇല്ലാത്ത ഒരാൾക്ക് ഉറങ്ങാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. ഈ മനസ്സമാധാനം ഉണ്ടാവാൻ ഏറ്റവും നല്ലത് എന്താണെന്നറിയോ? ഒരിക്കൽ രുക്മിണി സ്വയംവരം കഥ പറയുന്ന സമയത്ത് ആചാര്യൻ അനുസ്മരിക്കാറുള്ളൊരു കഥയുണ്ട് കേട്ടോ. ആ രുക്മിണിയെ ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണന്റെ കൂടെ ദ്വാരകയിൽ നിന്ന് വിദർഭയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഉണ്ണികൃഷ്ണൻ, നമ്മുടെ ശ്രീകൃഷ്ണൻ, ശ്രീ ഗുരുവായൂരപ്പൻ, ദ്വാരകാധീശൻ, അദ്ദേഹം കുറച്ച് നേരത്തേക്ക്
അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അവിടെ ഉണ്ടായിരുന്നില്ല അത്ര. ഇദ്ദേഹം നോക്കുന്ന സമയത്ത്, ഈ ബ്രാഹ്മണൻ, കൂടെ വന്ന ബ്രാഹ്മണൻ നോക്കുന്ന സമയത്ത് ഭഗവാൻ അവിടെ ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ മൈൻഡ് അവിടെ ഇല്ല എന്ന് തോന്നിയിത്രേ. അപ്പോൾ ബ്രാഹ്മണൻ ചോദിച്ചു ഇത്രേ, അങ്ങ് ഉറങ്ങിയോ എന്ന്, ഉറങ്ങിപ്പോയോ, യാത്രാമധ്യേ ഉറങ്ങിപ്പോയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ ഉറക്കാൻ പോയതാണെന്നാണ് അത്രേ ഭഗവാൻ പറഞ്ഞത്. ആരെ ഉറക്കാൻ പോയത്? രുക്മിണിയെ ഉറക്കാനാണ് പോയത്. കാരണം ശിശുപാലനാൽ തന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോകും ശിശുപാലൻ എന്ന ആ ഒരു തോന്നലിൽ ഉറക്കം നഷ്ടപ്പെട്ട രുക്മിണി അനേക ദിവസമായി ഭഗവാനെ ആ ഒരു മനസ്സുകൊണ്ട് ഭഗവാൻ മതി വരനായി എന്ന് വിചാരിച്ച്, എന്നാൽ ശിശുപാലനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നറിയാതെ മനോവിഷമം അനുഭവിച്ചുകൊണ്ട് അനേക ദിവസമായിട്ട് ഉറക്കമില്ലാതിരുന്ന രുക്മിണി താൻ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞു, ഏറ്റുകഴിഞ്ഞു, രുക്മിണി തൻ്റേതായി കഴിഞ്ഞു എന്ന ആ ഒരു നിമിഷം ഭഗവാൻ എന്താ ചെയ്തതെന്നറിയൂ? സുഖമായിട്ട് ഉറങ്ങട്ടെ രുക്മിണി എന്ന് കരുതി മനസ്സിലെ ആ ഒരു വ്യഥ, ആദി, പേടി ഇതിനെയെല്ലാം മറച്ചു പിടിച്ചു. ഈ മറച്ചു പിടിച്ച കാരണം എന്താ ഉണ്ടായെന്നറിയോ? ഭഗവാൻ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞ ആ രാത്രി സുഖമായിട്ട് ഉറങ്ങിയിത്രേ രുക്മിണി. അത് രുക്മിണി അറിഞ്ഞിട്ടില്ല കേട്ടോ, കാരണം ഇവർ ഓൺ ദ വേ ആയിട്ടേ ഉള്ളൂ, അവിടെ എത്തിയിട്ടേ അറിയുള്ളൂ, ബ്രാഹ്മണൻ പറഞ്ഞിട്ടേ അറിയുള്ളൂ ഏറ്റിട്ടുണ്ട്, കൃഷ്ണൻ വന്നിട്ടുണ്ട്, കൃഷ്ണൻ ഏറ്റിട്ടുണ്ട്, കൊണ്ടുപോവാം എന്ന് പറയണമെങ്കിൽ അവിടെ എത്തണം. എത്തിയിട്ടില്ല. അതിനു മുമ്പാണ് സുഖമായിട്ട് ഇറങ്ങാൻ സാധിച്ചത്. എങ്ങനെയാണ് സുഖമായിട്ട് ഇറങ്ങാൻ സാധിച്ചത്? ഇവിടുന്ന് ഒരാൾ ഉറക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങട്. അപ്പോൾ നമുക്കും സുഖമായിട്ട് ഇറങ്ങണമെങ്കിൽ നമ്മുടെ മനസ്സിലെ ആദിയും വ്യാധിയും വ്യഥയും എല്ലാം ഗുരുവായൂരപ്പൻ ഏറ്റെടുക്കണം. ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ, അല്ലേ? എനിക്ക് കുട്ടിയായിരിക്കുന്ന സമയത്ത് എൻ്റെ പെരുമാറ്റമോ എൻ്റെ മനസ്സോ ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് ഇതൊന്നും അല്ല ശരി, പക്ഷെ ശരി എന്താണെന്ന് എനിക്കറിയില്ല, അതൊന്നും ചെയ്യാനും എനിക്കറിയില്ല. അപ്പോൾ ഞാനൊരു കൊലുസ്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കൊലുസായിരുന്നു. എൻ്റെ ഒരു അനുഭവം കേട്ടോ ഈ പറയണേ. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കൊലുസായിരുന്നു. കൊലുസ് എനിക്ക് അന്നും ഇന്നും ഒക്കെ ഇഷ്ടാട്ടോ. അപ്പോൾ ഈ കൊലുസ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഭഗവാനെ, അവിടെ ആനന്ദശായി ആയിട്ടുള്ള ഭഗവാനോട് പറഞ്ഞു, ഈ കൊലുസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ ടീനേജ് പ്രായമാണ്. ഇതെൻ്റെ മനസ്സായിട്ട് സങ്കല്പിക്കൂ, ഇത് ഗുരുവായൂരപ്പന് ഞാൻ തരികയാണ്, ഇത് ഭഗവാൻ സ്വീകരിക്കണം, എൻ്റെ മനസ്സ് ഏറ്റവും പ്യുവറായിരിക്കാൻ ഗുരുവായൂരപ്പൻ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഞാൻ ആ കൊലുസ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും എനിക്ക് ഓർമ്മ വരും, അവിടെ അനന്തശയനത്തിൻ്റെ അവിടെ തൊഴുമ്പോൾ ആ കൊലുസ് ഗുരുവായൂരപ്പനെ സമർപ്പിച്ചത്. ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്ക് ഇന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിച്ച കൊലുസാണ് ശരിക്കും പറഞ്ഞാൽ അത്. ആ കാലിലിട്ടതൊന്നും മഹാപ്രഭുവിന് നൽകാനേ പാടില്ലാത്തതാണ്. പക്ഷെ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അന്നത്തെ വിവരമില്ലാത്ത ഞാൻ അത് കൊണ്ടുപോയി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പന്. ഏറ്റവും പ്രിയപ്പെട്ടതാണ് എനിക്കത്. അപ്പോൾ അത് ഞാൻ ഗുരുവായൂരപ്പന് കൊടുക്കുക എന്നുള്ളതാണ് അന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഈ മനസ്സ് ഞാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുകയാണ്. എൻ്റെ മനസ്സെടുത്ത് എനിക്ക് ഗുരുവായൂരപ്പന് തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കൊലുസാണ് എൻ്റെ മനസ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഗുരുവായൂരപ്പന് സമർപ്പിച്ചത്. ഇന്നത്തെ എൻ്റെ മനസ്സിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? എന്നെ ഏറ്റവും അലട്ടുന്ന പ്രശ്നങ്ങൾ അരമണിക്കൂറിലധികം എൻ്റെ മനസ്സിലിരിക്കില്ല. വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ വളരെയധികം മാനസിക പ്രയാസം ചില നേരത്തെ എനിക്കുണ്ടാവും. ചിലപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ തകർന്നിരിക്കുന്ന സമയമായിരിക്കും. ചിലപ്പോൾ ഒരു മകൾ എന്ന നിലയിൽ ഞാൻ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമായിരിക്കും. ഇതൊക്കെ അരമണിക്കൂർ എൻ്റെ മനസ്സിലുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാലോ അത് ഞാൻ മറന്നുപോകും. അത് പോയിട്ട് പിന്നെ ഞാനിങ്ങനെ ആലോചിക്കും, ഞാനിപ്പോൾ എന്തിനാ ഇത്രയും വിഷമിച്ചത്, ആ കാര്യം എന്തായിരുന്നു, അത് ഞാൻ ചിന്തിക്കണം. നമ്മുടെ മനസ്സിൽ എന്താ വിഷമം എന്നുള്ളത് ഞാൻ ചിന്തിക്കണം. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഇതെൻ്റെ ഗുരുവായൂരപ്പൻ എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അദ്ദേഹം എൻ്റെ മനസ്സിങ്ങനെ സൂക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹം എൻ്റെ മനസ്സിനോട് പറയുകയാണ്, ആശ്വസിക്കൂ, സാരില്ല, പോട്ടെ, ഇത് നേരെയാവും എന്ന് പറയാണ് എന്നാണ് ഇന്നും ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് സാധ്യമായത് എൻ്റെ മനസ്സൊരിക്കൽ ഞാൻ അവിടെ കൊടുത്തത് കൊണ്ടാണ്. അതാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. അപ്പോൾ സുഖമായിട്ട് ഉറങ്ങുക എന്നുള്ള ആ ഒരു വലിയ കാര്യം സംഭവിക്കാൻ ഒറ്റ കാര്യമേ ചെയ്യണ്ടൂ, ഗുരുവായൂരപ്പനിൽ മനസ്സർപ്പിക്കുക. അതിന് ഏറ്റവും ആദ്യം ഒരു ദിവസം തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ഹരേ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങുക. ഏറ്റവും അവസാനം നമ്മുടെ നാവിൽ നിന്ന്, ഉറക്കത്തിൽ നമ്മൾ മരിച്ചു പോയാൽ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ പറയുന്ന വാക്ക് നീ കൃഷ്ണ എന്നാവട്ടെ. ഇത് ഇന്നു മുതൽ എല്ലാവരും ഒന്ന് ശീലിച്ച് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും നിങ്ങളുടെ മാറ്റം.
വലിയ 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 മാറ്റം. എത്രയും പെട്ടെന്ന് തന്നെ വിഘ്നേഷിന് ചേച്ചി ഇത് ശരിയായി എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൂടി എനിക്ക് അയക്കാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ കേട്ടോ. അടുത്ത ചോദ്യം. ഒരു ചോദ്യത്തിൻ്റെ ഒരുപാട് വലിച്ചു നീട്ടുന്നുണ്ട് കേട്ടോ ഞാൻ. കാഞ്ചന ദേവദാസ് എന്ന ഭക്തയാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. നമസ്കാരം സൗദക്കുട്ടി, മീരമോൾക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. പിന്നെ സൗദ പറഞ്ഞില്ലേ പിറന്നാൾ ആശംസകൾ അറിയിച്ച എല്ലാവർക്കും നന്ദിന്ന്. അറിയിക്കാത്തവർക്കോ? അറിയിക്കാത്തതല്ല, സവിത എങ്ങനെ അറിയിക്കും? വാട്സപ്പിൽ അറിയിച്ചാൽ സവിത നോക്കുന്നില്ലല്ലോ. ആശംസ അറിയിക്കാത്തവർക്ക് വിഷമാവില്ലേ സവിത എന്നാണ്. ശരിയാണ്, കാഞ്ചന ചേച്ചിയുടെ മാത്രമല്ല ഒരുപാട് പേരുടെ പരാതിയാണ് ഞാൻ വാട്സപ്പ് മെസ്സേജ് നോക്കുന്നില്ല എന്ന്. പക്ഷേ നിങ്ങളിൽ ഒരാൾക്കെങ്കിലും മറുപടി കിട്ടാത്തത് ഉണ്ടാവില്ല കേട്ടോ. ഒരു ദിവസം 0 ആൾക്കാരുടെ കോൾ അറ്റൻഡ് ചെയ്യുക അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. കോളാണെങ്കിലും മെസ്സേജ് ആണെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ പിന്നെ ഞാൻ വല്ല വയ്യായികയായിട്ട് കിടക്കുന്ന സമയമാണെങ്കിലേ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഒരു ദിവസം തന്നെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നോക്കാനുള്ള സമയം കിട്ടാത്തത്. ഞാനിപ്പോൾ റെഗുലറായിട്ട് നോക്കുന്നത് ഇതുപോലെ താഴെ വരുന്ന കമൻസ് തന്നെയാണ്. അത് മുഴുവൻ നോക്കിയാലല്ലേ നിങ്ങളുടെ ചോദ്യങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ. പിന്നെ മീരമോൾക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചവർക്ക് നന്ദി എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും എനിക്കറിയാം ഇത് കേട്ട എല്ലാവരുടെ മനസ്സിലും ഒരു പ്രാർത്ഥന ഉണ്ടാവും മീരയ്ക്ക് വേണ്ടിയിട്ട് എന്ന്. അപ്പം എല്ലാവർക്കും നന്ദി, അറിയിച്ചവർക്കും അറിയിക്കാത്തവർക്കും ഒക്കെ നന്ദിയുണ്ട് കേട്ടോ. പല അമ്മമാർക്കും എങ്ങനെ അറിയിക്കാമെന്നറിയില്ല. ഇപ്പം മെസ്സേജ് അയക്കാൻ നമ്പർ അറിയാത്തവരുണ്ടായിരിക്കും, താഴെ കമൻറ്റ് ആയിട്ട് അറിയിക്കാൻ അറിയാത്തവരുണ്ടായിരിക്കും. അവർക്കും നന്ദി. അവരുടെ പ്രാർത്ഥനയിൽ എൻ്റെ മകളെയും കൂടി ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൽ പരം സന്തോഷം എനിക്ക് വേറെ എന്താ ഉള്ളത്. എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. കാഞ്ചന ചേച്ചി ക്ഷമിക്കൂ. അടുത്തതായിട്ട് അജിതാഭായ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സദമോളെ, എൻ്റെ മൂത്ത മകൾക്ക് 27 വയസ്സായി. അവൾക്ക് ഇപ്പോഴും കല്യാണം വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. ജോലിയുണ്ട്. അവളുടെ മനസ്സ് മാറാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? ഒരുപാട് വിഷമത്തിലാണ്. പ്ലീസ് റിപ്ലൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനുകൂലനും അനുരൂപനുമായിട്ടുള്ള വരനെ ലഭിക്കാനായിട്ട് രുക്മിണി ഭഗവാനെ ആശ്രയിച്ച ആ 78, 79 ദശകങ്ങളിലെ രുക്മിണി സ്വയംവരം ചൊല്ലി എല്ലാ ദിവസവും സ്തുതിച്ചോളൂ. ഇത് കേൾക്കുന്ന ഉണ്ണികൃഷ്ണനും വലിയ ഇഷ്ടമാണ്. അല്ലെങ്കിൽ രാധാകൃഷ്ണ അഷ്ടകം ചൊല്ലിക്കോളൂ. രാധാദേവിയെക്കുറിച്ച് കേട്ടാൽ നമ്മുടെ ഉണ്ണികൃഷ്ണന് പൊട്ടിത്തെറിപ്പ് ഉണ്ടാവും എന്നാണ് പറയാറ്. അപ്പം അത്രയും സന്തോഷമാവുന്നതാണ്. അപ്പോൾ 78, 79 ദശകങ്ങളിലായിട്ട് രുക്മിണി സന്ദേശം കൈപ്പറ്റിയ ഉണ്ണികൃഷ്ണനെയും രുക്മിണിയെ പോയി കൂട്ടിക്കൊണ്ടുവന്ന ദ്വാരകാധീശനെയും കുറിച്ചാണ് പറയുന്നത്. ഹേ ഭുവനസുന്ദര എന്നുള്ള ആ ഒരു അഭിസംബോധനയെക്കുറിച്ചൊക്കെ കേൾക്കുന്ന സമയത്ത് ഇന്നും നമ്മുടെ ഉണ്ണികൃഷ്ണന് സന്തോഷവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മകൾക്ക് അനുരൂപനും അനുകൂലനുമായിട്ടുള്ള ഒരു വരനെ ലഭിക്കട്ടെ. ഞങ്ങൾ കൃഷ്ണാരി മിത്രങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ. മറക്കാതെ 78, 79 ദശകങ്ങൾ എല്ലാ ദിവസവും ചൊല്ലി നമസ്കരിച്ചോളൂ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വീട്ടിലടയ്ക്കുക. നിവേദ്യം ഷീട്ടാക്കിക്കോളൂ. എന്നാണോ വിവാഹം നടക്കുന്നത് അന്ന് വരെയും ഷീട്ടാക്കിക്കോളൂ കേട്ടോ. ഞാനിത് പറയുന്ന സമയത്ത് ഞാൻ 21 ദിവസം ഷീട്ടാക്കി നേരെയായില്ല, 41 ദിവസം ഷീട്ടാക്കി നേരെയായില്ല എന്നൊക്കെ പറയുന്നവരോട് ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട പാർട്ട്ണറെ കുറിച്ചാണ് കേട്ടോ ഈ ഒരു സെർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭഗവാനെ കൊണ്ട് ബ്രോക്കറാക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇല്ലേ. അപ്പോൾ ഇത്ര വലിയൊരു ചുമതല ഗുരുവായൂരപ്പനെ ഏൽപ്പിക്കുമ്പോൾ എന്തിനായി 21, 41 ഒക്കെ ദിവസങ്ങളിലാക്കുന്നത്? എന്നാണോ വിവാഹം കഴിക്കാൻ സാധിക്കുന്നത് അന്ന് വരെ ഷീട്ടാക്കൂ. 2 രൂപയല്ലേ ഉള്ളൂ. ഒരു മാസത്തേക്ക് 60 രൂപയോ 62 രൂപയോ അല്ലേ വരുള്ളൂ. അപ്പോൾ മാസം തൊഴിലിന് വരുന്ന ആളുകളാണെങ്കിൽ അത്ര അടുത്ത മാസം വരെ അങ്ങോട്ട് ഷീട്ടാക്കിക്കോളൂ. അത് കഴിഞ്ഞ് അടുത്ത മാസം വരുന്ന സമയത്ത് ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ അങ്ങോട്ട് പറഞ്ഞ് ഷീട്ടാക്കിക്കോളൂ. മുടക്കാതെ അങ്ങോട്ട് ഷീട്ടാക്കിക്കോളൂ. ചെറിയ തുകയല്ലേ ഉള്ളൂ. അപ്പോൾ വിവാഹം നടന്നു കഴിഞ്ഞാൽ രുക്മിണി സ്വയംവരം സ്വയംവരം കൃഷ്ണനാട്ടം കളിയും കൂടെ ഷീട്ടാക്കിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് പ്രിയ മനോജ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഈ പേര് ഒരുപാട് വായിച്ചിട്ടുണ്ട് തോന്നുന്നു, പക്ഷേ എന്നെക്കുറിച്ച് അറിയില്ല തോന്നുന്നു കേട്ടോ. സവിതയ്ക്ക് അമ്പലപ്പുഴയിലും വീടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കണേ. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാടാണ് ഗുരുവായൂർ. അമ്പലപ്പുഴയിലേക്കാണ് എന്നെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അമ്പലപ്പുഴ പ്ലാക്കുടി ഇല്ലത്തെ രാജ്കമൽ നമ്പൂതിരിയുടെ വൈഫാണ് ഞാൻ. അപ്പോൾ എന്താ സവിത ഇവിടെ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഏട്ടന് രാജ്കമലിന് ജോലി ഗുരുവായൂരമ്പലത്തിലാണ്. അപ്പം ഞങ്ങളിവിടെ തൽക്കാലം ഇവിടെയാണ് ഇപ്പോൾ സെറ്റിൽഡ് ആയിരിക്കുന്നത്. എന്നാൽ അമ്പലപ്പുഴയിൽ ഞങ്ങൾ എല്ലാ മാസവും പോകുന്നുണ്ട്. അവിടെ അച്ഛനും അമ്മയുണ്ട്, വീടുണ്ട്. അവിടെയും
എന്താ പറയുക, അവിടെ ഉണ്ണികൃഷ്ണനുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും പോവാറുണ്ട്, ഇവിടെയും വരാറുണ്ട്. സാധാരണ അങ്ങോട്ട് പോകുമ്പോഴേക്കും വീഡിയോ ഒക്കെ ഞാൻ ചെയ്തു വെച്ച് പോകാറുണ്ട്. അപ്പോൾ പോയിട്ട് വരുന്നത് വലിയ കാര്യമായിട്ട് നമ്മുടെ വീഡിയോനെ ബാധിക്കാറില്ല. ഇപ്രാവശ്യം പോയപ്പോൾ കുറച്ചധികം ദിവസം, അതായത് കുറച്ച് വയ്യായികകളൊക്കെ വന്ന കാരണം കുറച്ചും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് കേട്ടോ അറിയിക്കേണ്ടതായിട്ട് വന്നത്. അപ്പോൾ അടുത്തതായിട്ട് അമൃത എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ചേച്ചി എടത്തരികത്തുകാവ് ഭഗവതി വനദുർഗയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇതേ ചോദ്യം അമൃത ചോദിച്ചിട്ട് തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അമൃത. മോളെ എല്ലാ വീഡിയോയും കേൾക്കൂ. വനദുർഗ സങ്കല്പം എന്നല്ല, പ്രൂഫില്ല അവിടെ. ദുർഗയ്ക്കും ഭദ്രകാളിക്കുമാണ് അവിടെ പുഷ്പാഞ്ജലി നടക്കാറുള്ളത്. പുഷ്പാഞ്ജലി ആണെങ്കിലും നിവേദ്യങ്ങളും ആണെങ്കിലും നടക്കാറുള്ളത്. എന്നാൽ ആചാര്യൻ പറഞ്ഞു കേൾക്കാറുണ്ട് യോഗമായയുടെ ആ ഒരു സ്വരൂപമായിട്ടാണ് എടത്തരികത്തുകാവിൽ അമ്മയെ എപ്പോഴും ആചാര്യൻ സങ്കല്പിക്കാറുള്ളത് കേട്ടോ. ഭഗവാന്റെ കൂടെ തന്നെ യശോദമ്മയിൽ വന്ന് ജനിച്ച യോഗമായയായിട്ട് ഭഗവാന്റെ സഹോദരീ സ്ഥാനമായിട്ടാണ് എപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളത്. പൂജയും നിവേദ്യമൊക്കെ നടക്കുന്നത് ഭദ്രകാളിക്കും ദുർഗയ്ക്കുമാണ് കേട്ടോ. അടുത്തതായിട്ട് ശൈലജ PV എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സൈത നമസ്കാരം. വളരെ വിഷമത്തോടു കൂടിയാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഞങ്ങളുടെ ഒരു പഴയ ഫാമിലിയാണ്, വളരെ ദൈവവിശ്വാസത്തിൽ കഴിഞ്ഞ കുടുംബമാണ്. ഇപ്പോൾ എൻ്റെ സഹോദരിയുടെ മകനാണ് അവിടെ താമസിക്കുന്നത്. അവൻ വീട്ടിലൊരു സന്ധ്യാദീപം കൊളുത്താനോ നാമം ജപിക്കാനോ സമ്മതിക്കില്ല. അതുകൊണ്ട് എല്ലാവർക്കും വലിയ പ്രയാസമാണ്. വിളക്ക് കൊളുത്തിയാൽ അവിടെ വഴക്കാണ്, ഒരു സമാധാനവുമില്ല. ഇതിനെ ഒരു മാറ്റം വരുത്താൻ ഗുരുവായൂരപ്പന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? നാരായണീയം എത്രാമത്തെ ദശകം വായിക്കണം? പ്ലീസ് റിപ്ലൈ, ഡോണ്ട് അവോയ്ഡ് മീ. വിളക്ക് കൊളുത്താൻ സമ്മതിക്കണില്ല എന്നാണല്ലോ പ്രശ്നം. നാമം ജപിക്കാൻ സമ്മതിക്കായിക ഉണ്ടാവില്ല കേട്ടോ. മനസ്സിലായാലും നാമം ജപിക്കാം, അദ്ദേഹം കേൾക്കാണ്ടേ നാമം ജപിക്കാം. വിളക്ക് കൊളുത്താൻ സമ്മതിക്കാനായിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒരു വിളക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ചോളൂ കേട്ടോ. ഇത്ര വലിപ്പമുള്ളതെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്, ഭക്തൻ്റെ ഇഷ്ടമാണ്. ഒരു വിളക്ക് വാങ്ങി നെയ്യ് വിളക്കായിട്ട് ഇവിടെ കൊടിമരത്തിൻ്റെ ചുവട്ടിലുള്ള ആ ഒരു സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സമർപ്പിക്കൂ. ഗുരുവായൂരപ്പനോട് തന്നെ പറയൂ, വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം തരണേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ആ മകൻ്റെ മനസ്സ് എത്രയും പെട്ടെന്ന് മാറട്ടെ, ഗുരുവായൂരപ്പനിലേക്ക് അദ്ദേഹം അടുക്കട്ടെ. നോക്കൂ, ഇങ്ങനെ പല അനുഭവങ്ങളും ഉണ്ട് കേട്ടോ. അതായത് അവനവൻ്റെ ഗൃഹത്തിൽ തന്നെയുള്ള മറ്റാരെങ്കിലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ഭക്തിയെ കളിയാക്കി പറയുന്ന, ഈശ്വരവിശ്വാസം വേണ്ട എന്ന് പറയുന്ന അനേകം ഭക്തരുണ്ടെന്നേ. അവരെന്താ ചെയ്യാന്നറിയോ? അവര് ഒന്നിലോ അറിയാതെയൊക്കെ ചെയ്യാൻ ശ്രമിക്കും, അതല്ലെങ്കിൽ ഭഗവാന് തന്നെ വിട്ടുകൊടുക്കും. ഇതിനൊരു മാറ്റം വരുത്തി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. അങ്ങനെ ശ്രമിച്ച് അവസാനം എന്താ ഉണ്ടാവുക എന്നറിയോ? ഭഗവാൻ നേരിട്ട് അവരുടെ ഉള്ളിൽ തന്നെ തോന്നിക്കും കേട്ടോ. ഇതൊന്നും അത്ര വലിയ തെറ്റല്ല. ഓരോരുത്തരും ഓരോ വിശ്വാസങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇവർക്ക് ഇതാണോ ഇഷ്ടം, ഇവരങ്ങനെ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു തലത്തിലേക്ക് അവരുടെ ചിന്തകൾ ഉയരാറുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പോൾ ആരാണോ വിളക്ക് കൊളുത്താൻ സമ്മതിക്കാത്തത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ് മാറുന്നതിലേക്കായിട്ട് ഒരു വിളക്ക് കൊണ്ടുവന്ന് നെയ്യൊഴിച്ച് കത്തിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സമർപ്പിക്കും. അതിനുശേഷം നിങ്ങൾ ഗൃഹത്തിലുള്ള ബാക്കിയുള്ള ആളുകളെല്ലാവരും നാമം ജപിക്കും മുടങ്ങാതെ. അദ്ദേഹം പുറത്തെവിടെയെങ്കിലും പോകുന്ന സമയത്ത് നാമം ജപിക്കാം, അതുകൊണ്ട് വിരോധമില്ലല്ലോ. ആ ഗൃഹത്തിൽ ഒരു 4 നാരായണനാമമെങ്കിലും ഉറക്കെ ഒന്ന് ജപിക്കാൻ ശ്രമിക്കൂ കേട്ടോ. അദ്ദേഹം വീട്ടിലില്ലാത്ത സമയത്ത് ചെയ്താൽ മതി. ഉറക്കെ നാരായണ 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 എന്ന് ഒരു 4 നാമമെങ്കിലും എല്ലാ ദിവസവും ഒന്ന് ചൊല്ലൂ. ഇത് വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അടുത്തതായിട്ട് ബീന കെ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് കാലുവേദനയാണ്, നടക്കാൻ പറ്റാത്ത വേദന, ഡിസ്കിൻ്റെ പ്രശ്നമാണ്. നട്ടിൽ തെറ്റി നിൽക്കുന്നത് കൊണ്ടാണ് കാലിലേക്ക് വരുന്ന ഞരമ്പുകൾക്ക് രക്തോട്ടം കുറഞ്ഞ് ബലം നഷ്ടപ്പെടുന്നത് എന്നാണ് പറയുന്നത്. കുനിഞ്ഞ് മുറ്റമടിക്കാനോ ഒരു ജോലിയും ചെയ്യാനോ പറ്റുന്നില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല. എൻ്റെ ഉണ്ണിക്കണ്ണന് എന്ത് വഴിപാടാണ് നൽകേണ്ടത്? നാരായണ നാമം ജപിക്കാറുണ്ട്.
ഉണ്ണികൃഷ്ണൻ്റെ നാരായണനാമം ജപിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണനോട് തന്നെ ചോദിക്കൂ എന്ത് വഴിപാടാണ് ഞാൻ ചെയ്യേണ്ടതെന്ന്. എനിക്കിപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഓരോന്നും ഓരോരുത്തരുടെ മാത്രം പ്രശ്നങ്ങളാട്ടോ. പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഗുരുവായൂരപ്പനൊരു സ്വർണ്ണ നൂല് സമർപ്പിച്ചോളൂ എന്നാണ് കേട്ടോ. സ്വർണ്ണ നൂല്, അത് ഇത്ര അളവ് എന്നൊന്നുമില്ല കേട്ടോ. സ്വർണത്തിനൊക്കെ ഇപ്പോൾ വലിയ വിലയാണ് എനിക്കറിയാം. പക്ഷേ എന്നാലും ഗുരുവായൂരപ്പന് ഒരു സ്വർണ്ണ നൂല് സമർപ്പിക്കാം എന്ന് പറഞ്ഞോളൂ. ഗുരുവായൂരപ്പൻ നട്ടെല്ലിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി തരട്ടെ കേട്ടോ. അടുത്തതായിട്ട് പ്രസന്ന വേണുഗോപാൽ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സവിത, എൻ്റെ മോളുടെ മോൻ +2 ആണ്. കണക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ 1001 നാമം എഴുതി മാല ഭഗവാന് സമർപ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പരീക്ഷയുടെ മുമ്പ് വേണോ? എന്താ സംശയം? പരീക്ഷയുടെ മുമ്പ് വേണം, ഉറപ്പായിട്ടും വേണം. നമ്മുടെ ഉണ്ണികൃഷ്ണനെ പരീക്ഷിക്കാനൊന്നും പാടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വഴിപാട് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യുക. അത് പിന്നേക്കാക്കാമെന്ന് വെക്കേ വേണ്ട. പിന്നേക്കാക്കാൻ നമ്മൾ മറന്നു പോകും. നമുക്ക് ഭയങ്കര നന്ദിയായ കാരണം പെട്ടെന്ന് മറന്നു പോകും. അതുകൊണ്ട് ഓർമ്മയുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ ചെയ്യുക. ബാക്കിയൊക്കെ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുക. അദ്ദേഹം ചെയ്തോളുന്നേ, അതിലൊരു മുടക്കവും വിചാരിക്കില്ല അദ്ദേഹം എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്യൂ കേട്ടോ. അടുത്തതായിട്ട് സതകുട്ടി കഴിഞ്ഞ 2-3 ദിവസമായി ഞാൻ ഒരേ ചോദ്യം തന്നെ ചോദിക്കുന്നു. പക്ഷെ മോള് അത് കണ്ടില്ല എന്ന് തോന്നുന്നു. മോളെ, ഞാനും എൻ്റെ മോനുമായി പിണക്കത്തിലാണ്. അവൻ പുറത്താണ് പഠിക്കുന്നത്. അവനൊരു അഫയർ ഉണ്ട്. അതിൻ്റെ പേരിൽ വഴക്കുണ്ടായി. ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് ഏകദേശം 10 മാസമാകുന്നു. അച്ഛനെ വിളിക്കും കാശ് ആവശ്യമുണ്ടെങ്കിൽ. എൻ്റെ കുഞ്ഞ് ഇങ്ങോട്ടൊന്നും ഇങ്ങനൊന്നും അല്ലായിരുന്നു. നല്ല സ്വഭാവമായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആവണേ? പഴയ പോലെ കിട്ടാൻ എന്താ ചെയ്യുക? ഒന്ന് പറഞ്ഞു തരൂ. ഈ കാരണത്താൽ കരയാത്തൊരു ദിവസം പോലും ഇല്ല. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ചെന്ന് കൈ തൊഴുമ്പോൾ കരഞ്ഞു പോകും. ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്താ മോളെ ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞു തരൂ എന്നാണ് സജിന എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത്. സജിന ചേച്ചി, വിഷമിക്കാതിരിക്കൂ. ആ മകന് നല്ല ബുദ്ധി കൊടുക്കാൻ വേണ്ടിയിട്ട് നാരായണീയത്തിലെ 38ാമത്തെ ദശകം ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണാവതാരമാണ്. കൃഷ്ണാവതാരം ചൊല്ലി നമസ്കരിക്കൂ. ഗുരുവായൂരപ്പൻ ദേവകീ ദേവിക്കും വസുദേവർക്കും ഉണ്ടായതുപോലെ എനിക്കും ഉണ്ടായില്ലേ ഒരു ഉണ്ണി, എന്താ ചെയ്യേണ്ടത്? ആ ഉണ്ണി എന്നോട് മിണ്ടണില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഈ നാരായണീയത്തിലെ അവതാരം ചൊല്ലി നമസ്കരിക്കൂ കേട്ടോ. നമസ്കരിക്കൂ, എന്തായാലും നമസ്കരിക്കൂ. നമസ്കരിക്കാൻ മുട്ടിനോ പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഒരു ചെയറിലിരുന്ന് ഒരു ടേബിളിലേക്ക് നെറ്റി മുട്ടിച്ചിട്ടാണെങ്കിലും നമസ്കരിക്കൂ. നമസ്കരിച്ചുകൊണ്ട് വിളിക്കൂ ഉണ്ണി കൃഷ്ണനെ. ഒപ്പം 38ാമത്തെ ദശകം ചൊല്ലി നമസ്കരിക്കൂ. മകൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, മകൻ അമ്മേന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവതാരം കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കിക്കോളൂ കേട്ടോ. അമ്മേന്നുള്ള വിളി കേൾക്കാനാണ് അനേകം പേര് ഇവിടെ അവതാരം കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കാറുള്ളത്. അതൊരു വലിയ കാര്യാട്ടോ. അപ്പോൾ ഇത്രയും കാലം അനുകൂലത്തിലുണ്ടായിരുന്ന മകൻ ഇപ്പോൾ വിളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ഒരു പ്രയാസം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടും അവതാരം കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കിക്കോളൂ. ഒപ്പം എല്ലാ ദിവസവും നാരായണീയത്തിലെ 38ാമത്തെ ദശകം ചൊല്ലി നമസ്കരിക്കുകയും ചെയ്തോളൂ കേട്ടോ. അടുത്തതായിട്ട് ജയശ്രീ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സവിത നമസ്കാരം. എനിക്ക് ഇനിയും വരുമ്പോൾ ഭയങ്കര ഇടിയും മിന്നലും നാട്ടോ. ഞാൻ ഇതിന് മുമ്പ് അത് വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ ഫുൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ വായിക്കുന്നത് ശരിയാവും തോന്നണില്ല. ഇടിയും മിന്നലും വരുമ്പോൾ എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇടിയും മിന്നലും വരുമ്പോൾ ഭയങ്കര പേടിയാണ്. ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നാമം ജപിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്കും പേടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഗോവർദ്ധനത്തിൻ്റെ കഥയിലെ നമ്മളുടെ ഉണ്ണികൃഷ്ണൻ ഈ ഇടിയിൽ നിന്നും മഴയിൽ നിന്നും ഒക്കെ വൃന്ദാവനത്തിനെ മുഴുവൻ, പ്രജവാസികളെ മുഴുവൻ രക്ഷിച്ച കഥയല്ലേ ഇത് നമ്മുടെ ഉണ്ണികൃഷ്ണനാലല്ലാതെ വേറെ ആരാലാണ് സാധിക്കുക? ആരാലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണനെ മുറുകെ 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 പിടിക്കുകയാണ് വേണ്ടത്. ഈ ഇടിയും മിന്നലും എന്ന് പറയുമ്പോൾ സ്ഥിരമായ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അവസ്ഥയല്ല. ഇപ്പോൾ നോക്കൂ, ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഇടിയും മിന്നലും ഒന്നും ഇല്ലല്ലോ. മുടങ്ങാതെ ജപിക്കൂ ഈ ഒരു നാരായണീയത്തിലെ ഗോവർദ്ധനയാഗം, ഗോവർദ്ധന പൂജ, അതുപോലെ തന്നെ ആ ഗോവർദ്ധന ഉദ്ധാരണം എന്ന് തുടങ്ങുന്ന ആ ദശകങ്ങൾ ഓരോന്നും ചൊല്ലി നമസ്കരിക്കൂ. 62, 63, 64 ഈ 3 ദശകങ്ങൾ മുടങ്ങാതെ ചൊല്ലി നമസ്കരിക്കൂ.
എല്ലാ തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസിൽ നിന്നും ഗുരുവായൂരപ്പൻ രക്ഷിക്കട്ടെ. ഗുരുവായൂരപ്പൻ രക്ഷിച്ച കഥയാണത്. പിന്നെ എല്ലാ ദിവസവും ഗോവിന്ദ ഗോവിന്ദ എന്ന് ചൊല്ലി നമസ്കരിക്കൂ കേട്ടോ. ഗോവിന്ദ ഗോവിന്ദ എന്ന് ചൊല്ലി നമസ്കരിക്കൂ. അതും വളരെ 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 നല്ലതാണ്. ഇതിൽ നിന്ന് നല്ല രക്ഷ കിട്ടും. ഈ ഇടിയും മിന്നലും വരുന്ന സമയത്ത് നമുക്ക് നാമം ജപിക്കാൻ പറ്റുന്നില്ല എന്നാ പറയണേ. അതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിന് മുമ്പ് ജപിക്കാലോ. ആ ഒരു പർട്ടിക്കുലർ സമയത്ത് മാത്രമല്ലേ ജപിക്കാൻ പറ്റില്ല എന്ന് പറയണേ പേടികൊണ്ട്. പക്ഷെ ഇത് ചൊല്ലി നമസ്കരിച്ച് നോക്കൂ, അടുത്ത തവണ ഇടിയെ ഫേസ് ചെയ്യാൻ പറ്റും, മിന്നലിനെയും ഫേസ് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇത് സവിതയുടെ വാക്കാ. എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ എന്നോട് തന്നെ പറഞ്ഞോളൂ. സവിത പറഞ്ഞത് ചെയ്തിട്ട് ഒട്ടും നേരെയായില്ല കേട്ടോ എന്നൊന്ന് പറഞ്ഞു നോക്കൂ. ഉറപ്പായിട്ടും അങ്ങനെ വരത്തില്ല. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു കഥ ഇനിയിപ്പോൾ നാരായണീയം ചൊല്ലാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നാരായണീയം ചൊല്ലാൻ കഴിഞ്ഞ ദിവസം ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര ടഫാണ് കേട്ടോ നാരായണീയം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തോന്നുന്നുണ്ട്, അത് ചൊല്ലുന്നില്ല, അല്ലെങ്കിൽ അത് ചൊല്ലാൻ ശരിയാവുന്നില്ല എന്നാണെങ്കിൽ ഉണ്ണികൃഷ്ണനോട് സംസാരിക്കുക. എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയോ? ഉണ്ണികൃഷ്ണ, പണ്ടൊരു ദിവസം ആ നന്ദഗോപരെ പുറത്തേക്ക് പോകുമ്പോൾ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് വാശി പിടിച്ചില്ലേ ഉണ്ണികൃഷ്ണൻ? ഈ വാശിക്കാരൻ ഉണ്ണികൃഷ്ണനെയും കൂടെ കൂട്ടിപ്പോയപ്പോൾ നന്ദഗോപുരുണ്ട് അവിടെ ഇന്ദ്രയാഗം നടത്താനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. നോക്കുമ്പോൾ ഇന്ദ്രയാഗം അല്ല വേണ്ടേ അച്ഛാ, ഗോവർദ്ധനയാഗമാണ് വേണ്ടത് എന്ന് പറഞ്ഞത് ആരാ? ഉണ്ണികൃഷ്ണനല്ലേ അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് എന്താ ഉണ്ടായത്? അപ്പോൾ നന്ദഗോപുരം പറഞ്ഞു, എനിക്ക് ഇന്ദ്രയാഗം ചെയ്ത് മാത്രമേ ശീലമുള്ളൂ ഉണ്ണി, എനിക്ക് മറ്റേ ഗോവർദ്ധനയാഗം എങ്ങനെയാ ചെയ്യാന്നൊന്നും നിശ്ചയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയല്ലേ പറഞ്ഞു കൊടുത്തത് ഗോവർദ്ധനത്തിന് എന്തൊക്കെയാ വേണ്ടിയിരുന്നത്. ഇത്ര ലിറ്റർ പാല് വേണം, ഇത്ര ലിറ്റർ തൈര് വേണം, ഇത്ര കിലോ വെണ്ണ വേണം, ഇത്ര കിലോ നെയ്യ് വേണം, നെയ്യിലുണ്ടാക്കിയ പലഹാരങ്ങൾ വേണം എന്ന് പറഞ്ഞ് എന്തെല്ലാം പലഹാരങ്ങളാന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ഇല്ലേ? അതൊക്കെ അച്ഛൻ നേരേക്ക് തന്നില്ലേ? എന്നിട്ട് എന്താ ഉണ്ടായേ? ഗോവർദ്ധന അങ്ങോട്ട് വന്നില്ലേ? ഇത് ഓരോന്നോരോന്നോരോന്നായിട്ട് അങ്ങോട്ട് കഴിച്ചില്ലേ? ഈ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, പിന്നിലേക്കൊന്ന് നോക്കി നോക്കൂ, ചെറിയ ഉണ്ണികൃഷ്ണനുണ്ട് ഗോവർദ്ധനത്തിന്റെ പിന്നിലെ വായ ഇങ്ങനെ പിളർന്ന് നിൽക്കുന്നു. ഈ വായ പിളർന്ന ഉണ്ണികൃഷ്ണന്റെ ഉള്ളിലേക്ക്, ഈ കുമ്പയിലേക്കല്ലേ പോയത് ഇത് മുഴുവനും. ഇത് കഴിഞ്ഞപ്പോഴോ ആ യമുനാ നദിയിലുള്ള വെള്ളവും കൂടി കൊണ്ടുവന്ന് അതും കൂടി കുടിച്ചിട്ടല്ലേ അന്ന് ഉണ്ണികൃഷ്ണൻ ഗോവർദ്ധനത്തിന്റെ രൂപത്തിൽ വന്നപ്പോൾ ശരിക്കും യാഗം ചെയ്യാനായിട്ട് ഇങ്ങനെ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് എന്താണ്ടായി? അന്ന് രാത്രിയല്ലേ ഇടിയും മിന്നലും ഒക്കെ വന്നത്. അന്ന് വ്രജവാസികളെ ഇന്ന് ഞാൻ പേടിക്കണം അത്രയും പേടിച്ചില്ലേ എന്നൊക്കെ ഇങ്ങോട്ട് ചോദിച്ചു നോക്കൂ. അപ്പോൾ ഉണ്ണികൃഷ്ണനെ അത് കേട്ട് ഇങ്ങനെ രസിച്ചിരിക്കുകയായിരിക്കും. ആ സമയത്ത് പറയാം, അപ്പം ഉണ്ണി എന്താ ചെയ്തത്? നമുക്ക് നേരെ ഗോവർദ്ധനത്തിന്റെ അടുത്തേക്ക് പോവാം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ്ടായേ? ഗോവർദ്ധനത്തിന്റെ അടുത്ത് എത്തിയപ്പോഴേ ഗോവർദ്ധനത്തിനോട് ഉണ്ണികൃഷ്ണൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചതും അതങ്ങോട്ട് ഉയരാൻ തുടങ്ങി. കുറച്ച് ഉയർന്നു കഴിഞ്ഞപ്പോൾ എന്താണ്ടായോ? ഉണ്ണികൃഷ്ണൻ ചെറുവിരലിൽ ആ ഗോവർദ്ധന പർവ്വതം മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ചു നിന്നത്. എത്ര നേരാ പിടിച്ചു നിന്നത്? 7 നാള്, 7 രാത്രിയും 7 പകലുമാണ് നിന്നത്. ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും പ്രളയത്തിൽ നിന്നും ഒക്കെ രക്ഷിച്ചില്ലേ? വ്രജത്തിലെ ഓരോ വ്രജവാസികളെയും പശുക്കളെയും എല്ലാം അങ്ങ് രക്ഷിച്ചില്ലേ? അത് കഴിഞ്ഞപ്പോഴോ ഇന്ദ്രന്റെ ദേഷ്യമൊക്കെ മാറിയപ്പോൾ ആ ഗോവർദ്ധനൊക്കെ താഴത്ത് വെച്ചിട്ട് എല്ലാവർക്കും എന്തു ഭംഗിയുള്ള ഗ്രഹങ്ങളാണ് അങ്ങ് നിർമ്മിച്ചു കൊടുത്തത്. ഓരോ ഓരോ മൺകലങ്ങൾ വരെ പുതിയതുണ്ടാക്കി കൊടുത്തില്ലേ ഉണ്ണികൃഷ്ണ? അങ്ങയുടെ ഒരു വൈഭവം ഇത് കണ്ടപ്പോഴാണ് ഇന്ദ്രന് മനസ്സിലായത്, നമ്മുടെ ഉണ്ണികൃഷ്ണനുണ്ടല്ലോ അത്ര ചെറിയ ആളൊന്നും അല്ലാട്ടോ, വളരെ വലിയ ആളാണ്, യോഗേശ്വരനാണ്, ശ്രീകൃഷ്ണനാണ് എന്ന് മനസ്സിലായത്. അപ്പൊ ആ ശ്രീകൃഷ്ണനെ നമസ്കരിക്കാൻ ഒരു വരവ് വന്നില്ലേ? എന്നിട്ട് എന്താ ഉണ്ടായേ? ഗോപാലകുട്ടികളൊക്കെ കൂടി കളിയാക്കാൻ തുടങ്ങിയില്ലേ? ഈ 1000 കണ്ണുള്ള ആളെ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്നൊക്കെ അവർ പറയുണ്ടായില്ലേ? എന്നാലും വേണ്ടില്ല, ആ ഉണ്ണികൃഷ്ണനെ അങ്ങോട്ട് നമസ്കരിച്ചു ഇന്ദ്രൻ. ആ സമയത്താണ് കാമധേനു വന്നത്. എന്നിട്ട് അങ്ങേ ഗോവിന്ദനായിട്ട് പട്ടാഭിഷേകം ചെയ്തില്ലേ? ഗോക്കളുടെ മുഴുവൻ ഈശ്വരനായിട്ട് ഐരാവതം അപ്പോഴേക്കും ആകാശഗംഗ കൊണ്ടുവന്നു, അതുകൊണ്ടൊരു അഭിഷേകം നടത്തി. ഇങ്ങനെയൊക്കെ ഉണ്ടായില്ലേ? ഇന്ദ്രനോട് അങ്ങ് ക്ഷമിച്ചില്ലേ? കാമധേനുവിനോട് പറഞ്ഞില്ലേ ഞാൻ തന്നെയാണ് ഗോപാലൻ ഗോവിന്ദൻ എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു നോക്കൂ. ഇത്ര മതി നമ്മുടെ ഉണ്ണികൃഷ്ണന് സന്തോഷമാവാം കേട്ടോ. ഇപ്പം ആ വലിയ കഥ ഞാൻ കുഞ്ഞതാക്കി ഒന്ന് പറഞ്ഞതാണ്. ഇതുപോലെ ഒന്ന് സംസാരിച്ചു നോക്കൂ. ഇതായാലും നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഈ പേടി
എത്രയും പെട്ടെന്ന് മാറ്റിത്തരട്ടെ, മാറ്റിത്തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കൃഷ്ണാരമിത്രങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാം. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇത് പറഞ്ഞപ്പോഴാണ് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥനാരായണ വാസുദേവ എന്നല്ലേ, ഹേ നാഥനാരായണ വാസുദേവ എന്നാണല്ലോ സവിത ചൊല്ലുന്നത് എന്ന് ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടും ശരിയാണ്. ശ്രീനാഥനാരായണ വാസുദേവ, ശ്രീയുടെ നാഥനാണ് ഭഗവാൻ. ഹേ നാഥനാരായണ വാസുദേവ, എൻ്റെ നാഥ എന്നും കൂടി ഒരർത്ഥം അതിന് വരുന്നുണ്ട് കേട്ടോ. ആ നാഥ എന്ന് ഞാൻ വിളിച്ചതാണ്, അഭിസംബോധനയാണ്. ഹേ നാഥ ഒന്ന് ഒരു അഭിസംബോധനയായിട്ടാണ് കേട്ടോ. ഹേ നാഥനാരായണ വാസുദേവ.